നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള ജൈത്ര യാത്രയിൽ ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. പക്ഷേ ആലങ്കോട് അടുത്ത് തൊപ്പിച്ചന്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ ഈ മതിലിൽ, അതായത് ഇവിടെ ഈ പാമ്പിൻ്റെയൊക്കെ ശല്യം ധാരാളമായിട്ടുള്ളതുകൊണ്ട് അവർ മതിലിലൊക്കെ വല വിരിച്ചിരിക്കുകയായിരുന്നു. മതിലിൽ വലയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിലോ മെനിങ്ങാന്നോ ഈ പടിയിൽ ഒരു കുഞ്ഞനണലി അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ വലയിലൊരു വലിയ അണലി അതിഥി കുരുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞാണ് വിളിക്കുകയുണ്ടായത്. എന്നാൽ നമ്മൾ ആ സ്ഥലത്ത് വന്നു. നമ്മൾ അണലിയാണോ ചേരയാണോ നീർക്കോലിയാണോ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആ വീട്ടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. അവരെല്ലാം ആ പാമ്പിനെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാനുള്ള നല്ല ചൂടാണെങ്കിലും മഴയാണെങ്കിലും പാമ്പിൻ്റെ കൊള്ളിനൊരു കുറവുമില്ല. ഇന്നലെയും രാത്രി 2:30 മണിയായി ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ 4:30 ഒന്ന് കിടന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട പാമ്പിന് അതിഥിക്ക് ക്ഷമയുണ്ടാവും, പക്ഷേ നമ്മുടെ കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ക്ഷമയുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് അവരെ കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കാം. പോകാം നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. എവിടെ നിങ്ങൾ കണ്ടെന്ന് പറയുന്നത്? ഓ, ഇതിലോ? ഇതെങ്ങനെ, ഇത് ആരാ കണ്ടുപിടിച്ച് ഇതിനകത്ത് കുരുങ്ങി കിടക്കുന്നത്? എൻ്റെ മോനമ്മ, ഇതിനകത്ത് കയറിക്കണം. നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ പോലും കണ്ടുപിടിക്കില്ലല്ലോ ഇങ്ങനെ നടന്ന. മനുഷ്യന് ജോലി ഉണ്ടാക്കി അടുത്ത മാസം ബമ്പറുണ്ട്, ഒരെണ്ണം എടുത്തോളണം കേട്ടോ. ചിലപ്പോൾ നന്നായിട്ട് അടിക്കും, ഫസ്റ്റൊക്കെ അടിക്കും കേട്ടോ. ഇത്തവണ ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾക്ക് അടിക്കട്ടെ. അതൊരു കുഞ്ഞിനെ കിട്ടിയെന്ന് വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അതെത്ര ദിവസമായി? 2 ആഴ്ചയായി. അതിനുശേഷം പിന്നെ ഒന്നിനെയും കണ്ടിട്ടില്ല, കുഞ്ഞുങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇതിനെ തന്നെ കണ്ടത്. അടിപൊളി. ഇതാണ്ടേ കാണാം. ഈ അമ്മ കോവയ്ക്ക് വരയ്ക്കാൻ പോയപ്പോൾ ചവിട്ട്. പക്ഷേ വല ഇടുന്നത് ഒരു കാരണം കൊണ്ട് നല്ലതാണ്, എന്നാൽ മറ്റൊരു കാരണം കൊണ്ട് അപകടമാണ്. അറിയില്ല, കോന്നിയിൽ കോഴിക്കൂട്ടിനകത്ത് കയറി കോഴിമുട്ട എടുക്കാൻ വരുന്ന കാക്ക കയറാതിരിക്കാണ്ട് വലയിട്ടിരുന്ന വലയിൽ കോബ്ര മൂർഖൻ കുരുങ്ങിക്കിടന്നു. ആ വീട്ടിലെ മോന് 16 വയസ്സുള്ള മോൻ ഇത് കണ്ടില്ല. കവിളിൻ്റെ പൊക്കത്തിനായിരുന്നു. മോൻ ചെന്ന് കുനിഞ്ഞിങ്ങനെ കയറിയപ്പോൾ കറക്റ്റ് കവിളിൽ കടിച്ചു. വളരെ സീരിയസ്. അപ്പോഴപ്പോഴേ ഒരു മാസത്തോളം ട്രീറ്റ്മെൻറ്റ് വന്നു. അവിടെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്തു. മോൻ്റെ കവിളൊക്കെ അങ്ങ് മാറ്റി, ആളൊക്കെ അങ്ങ് മാറി. എന്തായാലും അമ്മ നല്ല കൃഷിക്കാരിയാണെന്ന് തോന്നുന്നു. വല്ല കത്തിരിക്കൊക്കെ വലിയ കൊണ്ടം കത്തിരിക്കുക. അപ്പോൾ ഒരു കാര്യത്തിൽ ഉറപ്പായി. എന്താണെന്നറിയാം, ഒരു കാര്യത്തിൽ കിടക്കാച്ചി ഉറപ്പായി. ഇവിടെ അമ്മ അണലിക്കുഞ്ഞിനെ കണ്ടുവന്ന് 2 ആഴ്ചയ്ക്ക് മുന്നേ കണ്ടുവെന്ന് പറഞ്ഞു. എന്തായാലും അതിൽ ഉറപ്പായി. ആ കുഞ്ഞിൻ്റെ അമ്മ എന്നതാ എന്തായാലും ഒരു 30 കുഞ്ഞുങ്ങൾക്ക് മേളിലോട്ട് ഇവിടെ ഈ ഏരിയയിലേക്ക് സമ്മാനിച്ചു കൊടുത്ത ആ അമ്മ തന്നെയാണ്. പെണ്ണമ്മ. അതാണ്ടോ, പൊന്നമ്മയല്ല, പെണ്ണമ്മ. അതാണ്ടോ പെണ്ണല്ല. പ്രസവിച്ചതിന് ശേഷം പ്രസവിച്ചതിന് ശേഷം ഒരു മാസത്തോളം ആവുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം തേടി വന്ന അതിഥിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വല ഒന്ന് കട്ട് ചെയ്ത്, എന്നിട്ട് ഇവിടുന്ന് കട്ടിയെടുക്കുന്നത് കടി വാങ്ങാനായിട്ടുള്ള സാധ്യത കൊടുക്കണം. നമ്മളിന്ന് കട്ടിയെടുക്കുമ്പോൾ വള്ളിയുടെ കൂടെ എവിടെയെങ്കിലും കുരുങ്ങി കിടന്നാൽ ഇന്നലെ വൈകിട്ടൊക്കെ അമ്മ ഇവിടെ വന്നായിരുന്നു. അപ്പോഴൊന്നും കണ്ടില്ലല്ലോ അല്ലേ? അല്ല, ഇത് അധികം നേരം ആയില്ല. ഇന്ന് രാത്രി വെളുപ്പാങ്കാലത്തെ കണ്ട കുരുങ്ങിയതാണ് കേട്ടോ. അധികം കുരുങ്ങിയിട്ടില്ല, ചെറിയ കെട്ടേ ഉള്ളൂ. അപ്പോഴാ കണ്ടതല്ലേ? ഓക്കെ. ഞാൻ വിചാരിച്ച് ഇനി ഇറങ്ങി വന്നത്. വാലി ചവിട്ടി അല്ലേ? അതുകൊണ്ട് വലയിൽ മേളിലോട്ട് കുരുങ്ങിയതുകൊണ്ട് അപകടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടൈറ്റായിട്ടാണ് വല ഇട്ടിരിക്കുന്നത് കേട്ടോ. അല്ല, വല നിങ്ങൾ ഇട്ടേക്കുന്നതേ നല്ല ടൈറ്റായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കാല് കുരുങ്ങി കഴിഞ്ഞാൽ വലിഞ്ഞ് വരത്തില്ല. ഈ അണലിയുടെ ദേഹത്ത് കുരുങ്ങി കഴിഞ്ഞാൽ അണലിയുടെ സ്കിന്ന് റഫ് വേണ്ട, ഇങ്ങനെ പാറ്റ് ചെയ്തുണ്ടോ. നമ്മളിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പക്ഷേ മൂർഖനൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇതുണ്ട്. ഇതിനകത്ത് കുരുങ്ങി കഴിഞ്ഞാൽ നമ്മൾ വെട്ടി എടുക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ചെന്ന് കത്തിരി ഇങ്ങനെ വെക്കുമ്പോഴത്തേനകത്തേക്ക് കുത്തിക്കൊണ്ട് പോകും. അപ്പോൾ അതൊക്കെ എടുത്തില്ലെങ്കിൽ അത് എന്തായാലും അധികം കുരുങ്ങിയിട്ടില്ല. അധികം കുരുങ്ങാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അറിയാമല്ലോ, ഇവിടെ ഇങ്ങനെ വലയിൽ കിടന്ന് ഒരുപാട് കടി അറിയാമല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായത്
വലയിൽ ഒരുപാട് കടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞു പോയൊരു വീട്, നമ്മളെല്ലാവരും വിഷമിച്ചു. നമ്മളെപ്പോഴും സംസാരിക്കുന്നൊരു കാര്യം, നമ്മുടെ ആലപ്പുഴയിൽ മനോജ് മഹാദേവൻ അറിയാലോ, പുള്ളിയുടെ കടി കിട്ടി, പുള്ളിയുടെ കാല് 28 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തോടെ വരെ മുറിച്ച് മാറ്റി കൊടുത്തൊരു സംഭവം നമ്മുടെ നാട്ടിൽ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അണലിയുടെ കടി അറിയാമല്ലോ. നമ്മളെ കോരാണിയിൽ അമ്മ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ അമ്മയ്ക്ക് കടിയേറ്റ് മരണപ്പെട്ടു. ഒരുപാട് കർണാടകത്തിൽ ഇതുപോലെ കടി ഇന്നലെ കൊടുത്തിട്ട് ഇന്നലെ കാണിച്ച് എന്നെ വിളിച്ച് എനിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റെസ്ക്യൂവിനിടയിൽ കടി കിട്ടിയത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും 150-150ഓളം ആൾക്കാർ ഇപ്പോൾ ഈ 2022 മുതൽ ഇങ്ങോട്ട് 150ഓളം ആൾക്കാർക്ക് കടി കിട്ടിയ 50 ആയിട്ടില്ല, 138-140 അടുത്തായിട്ടുണ്ട്. കറക്റ്റ് കണക്കല്ല, ചിലപ്പോൾ 148 പറയുന്നുണ്ട്. ചിലപ്പോഴേ വാലിങ്ങനെ നീണ്ടു കിടക്കും. നമ്മൾ വന്നൊരു വാലിവിടെ കിടക്കയല്ലേ, വാലി ചവിട്ടി കാണും. ചെരുപ്പുണ്ടായിരുന്നോ? അതേ വെറും കാലായിരുന്നോ? കണ്ടതൊന്നും ഇല്ലെങ്കിലും കണ്ടില്ല, നിങ്ങളിവിടെ ചേർന്ന് നിന്ന് കോവയ്ക്ക് ഉറയ്ക്കും. അപ്പോൾ അവിടെ കണ്ടതെന്നായി. പക്ഷേ അത് പെട്ടെന്ന് കയ്യിലേക്ക് ഇത്രയും നീളം കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു വള്ളിയും കൂടെ ഉള്ളൂ. ഒന്നല്ല, അത് ഊരി വരെയും ചെയ്തു നോക്കി. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് മാറാം. കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത്. പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു. വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ, മണ്ഡലി, രുധിരമണ്ഡലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത്. വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം തടിച്ചുരുണ്ട മാംസളമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങളാണ്. ചേനത്തണ്ടിന്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു. ഫണം ഇല്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. അണലിയുടെ ശരീരം തവിട്ട് നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത്. അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽ നീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു. രാത്രികാലങ്ങളിലാണ് ഇവ കൂടുതലായും ഇര തേടിയിറങ്ങുന്നത്. പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ, അണ്ണാൻ, പല്ലികൾ, ഓന്തുകൾ, ചെറുപറവകൾ, തവളകൾ എന്നിവയൊക്കെയാണ്. പാമ്പുകളുടെ വർഗത്തിൽ അണലികൾ പൊതുവെ കുഴിമടിയന്മാരായി അറിയപ്പെടുന്നു. ഇവ വളരെ സാവധാനമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ഏകദേശം 1 മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ വലിയ പല്ലുകൾ ഇവയ്ക്കുണ്ട്. ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവും അകത്തേക്ക് അല്പം വളവുമുണ്ട്. വായടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഉള്ളിലേക്ക് മടങ്ങിയാണ് അവയുടെ പല്ലുകൾ ഇരിക്കുന്നത്. ആയതിനാൽ ഇവയ്ക്ക് ഇരയെ നിഷ്പ്രയാസം വെനം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു. അണലിയുടെ വെനം വളരെയേറെ ശക്തിയേറിയതാണ്. ഒറ്റക്കടിയിൽ തന്നെ 2 മനുഷ്യരെ കൊല്ലുവാനുള്ള വെനമാണ് ഇവ കുത്തിവെക്കുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട്. അണലിയുടെ വെനം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത്. അതിനെ ഹീമോടോക്സിക് എന്ന് പറയും. അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും. ഇവയുടെ വെനം രക്തത്തിൽ പെട്ടെന്ന് വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം വയറുവേദന, ശ്വാസതടസ്സം, ബോധക്ഷയം, രോമകൂപത്തിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കും. അണലിയുടെ വെനം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു. അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മരണം സംഭവിക്കും. കോവയ്ക്ക് അടുത്താണ്, കോവയ്ക്ക് ഓടിക്കാനൊക്കെ വന്ന അമ്മ, വീട്ടിലമ്മ സ്ഥിരം രാവിലെ അവർ കോവയ്ക്ക് മിക്കവാറുള്ള ദിവസങ്ങളിൽ കോവയ്ക്ക് പറിക്കാറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് എന്തായാലും സത്യം പറഞ്ഞാൽ ഭാഗ്യമുണ്ടെന്ന് തന്നെ പറയാം. കാരണം അറിയാമല്ലോ, അതിരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അപകടം ഉണ്ടാവാത്തത്. പക്ഷേ അതും അപകടമാണ്. ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചാരി നിന്ന് കോവയ്ക്ക് അരിക്കുമ്പോൾ നമുക്ക് മറ്റേതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ മുട്ടിൻ്റെ മേളിലോട്ടൊക്കെ നമുക്ക് കടി കിട്ടാനുള്ള ആ ഹൈറ്റിലാണ് അവൻ ഇരുന്നത്. അപ്പോൾ അമ്മ അതിൻ്റെ ഈ വാലിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് വാലിങ്ങനെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് വാലിൽ ചവിട്ടി. അപ്പോൾ വാലിൽ വെറും കാലായിരുന്നപ്പോൾ വാലിൽ അനക്കം ഉണ്ടായി. കണ്ടില്ലേ? അനക്കം ഉണ്ടായപ്പോൾ അമ്മ പെട്ടെന്ന് നോക്കി.
എന്താണ് എന്നുള്ളത്. അതുകൊണ്ടാണ് കണ്ടത് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരാൾ അവിടെ അങ്ങനെ റെസ്റ്റ് എടുത്ത് കിടക്കുന്നല്ലോ എന്ന്. കണ്ടോ, ഫീമെയിലാണ്, കണ്ടില്ലേ, 30ഓളം കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അറിയാമല്ലോ, നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ഒരുപാട് അണലി അതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ അമ്മയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ജനലൊക്കെ തുറന്ന്, അമ്മയാണോ നമ്മൾ ദീപു ആണോ എന്നറിയില്ല, ചോദിക്കുന്നുണ്ട് ജനൽ തുറന്നിരുന്നുകൊണ്ട് കുഴപ്പമുണ്ടെന്ന്. ഒരു കുഴപ്പമില്ല, ജനലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുറന്നിട്ട് കിടക്കാം, ഒരു പ്രശ്നം, പാമ്പ് ഇതിലേക്ക് കയറുന്നുള്ള ഭയത്തിൽ നിങ്ങൾ കിടക്കാതിരിക്കേണ്ട, ഒരു പ്രശ്നമില്ല. ഇത്രയും ഹൈറ്റൊന്നും ഒരു പാമ്പും ഒരു മൂർഖനോ അണലിയോ ഒന്നും ഇങ്ങനെ ഇഴഞ്ഞ് കയറാൻ പോകുന്നില്ല. അതേസമയം രാജവെമ്പാലയോ പെരുമ്പാമ്പൊക്കെയുള്ള ചെറിയൊക്കെയുള്ള അതിഥികളാണെങ്കിൽ ഈ ഹൈറ്റിൽ ഈസി ആയിട്ട് ഇത് നിന്നങ്ങ് ഇറങ്ങാൻ പറ്റും. ഇത് ഇങ്ങനെയുള്ള അതിഥികൾ എന്തായാലും ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല ആക്റ്റീവ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ സമയം കളഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബോട്ടിൽ ചേട്ടാ ബോട്ടിലിങ് തരാമോ? അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അപ്പോൾ നമ്മളെന്തായാലും പ്രിയപ്പെട്ട നമ്മുടെ 10-30ഓളം കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഏരിയയിലൊക്കെ വിട്ടതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ കാണാൻ വേണ്ടി വന്ന അണലി പെണ്ണതി നമ്മൾ പിടികൂടി കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്ര. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ വലയിൽ കുരുങ്ങിയ തൊപ്പിച്ചന്തയിൽ കിടന്ന അണലി അതിഥി എടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത കോൾ വന്നത് നമ്മുടെ പോത്തൻകോട് അടുത്ത് കാട്ടായിക്കോണത്തിന് അടുത്ത് നമ്മളൊരു പേടിത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിനകത്തൊരു വലിയ സാധനം കയറിപ്പോയെന്ന് പറഞ്ഞു. പക്ഷേ കയറിപ്പോയെങ്കിലും അമ്മ അതിനെ പാലഭിഷേകമൊക്കെ കൊടുത്ത് മഞ്ഞളഭിഷേകമൊക്കെ കൊടുത്ത് അതിനകത്ത് ഇരുത്തിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ആ വീട്ടിൻ്റെ മുറ്റത്തെത്തി. അപ്പോൾ പുള്ളി പിന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് മൂർഖാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞ ചേരയായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ചേരയെല്ലാം പിന്നെ പറഞ്ഞു മൂർഖാണ്, ചേരയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണെന്നൊന്നും അറിയില്ല. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ അതെ പോയിട്ടില്ലല്ലോ അല്ലേ? ഇതിനകത്തല്ലേ പോയിട്ടില്ലല്ലോ. അടിപൊളി വീട് ചോരും തോന്നുന്നുണ്ട, ചോരുന്നുണ്ട്. പക്ഷേ ചോരുന്നത് മണ്ണെണ്ണയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല മണ്ണെണ്ണയുടെ സ്മെല്ല്. അമ്മമാരാരെ പേടിച്ചിട്ട് ചോക്കെടുത്ത് ഒഴിച്ചിരിക്കുക കേട്ടോ. അടിപൊളി ഇതായിരിക്കുന്നു ചേര. ഇതാണ്ടോ ഇവിടെ ഇവിടെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ച് നേരെ അങ്ങോട്ട് പോയി കേട്ടോ. വേണ്ട സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് ചരിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കുഴപ്പമുള്ളത് ഇവിടെ നമ്മൾ പോയിട്ടുണ്ട്, അങ്ങോട്ട് ഇതാവും ഇതാ പോണേ. മണ്ണെണ്ണ ദേഹത്ത് വീണിട്ടില്ല കേട്ടോ, ദേഹത്ത്. പക്ഷേ ഇവിടെയൊക്കെ മണ്ണെണ്ണ ഉണ്ടെങ്കിലും ഞാൻ വിളിച്ച എൻ്റെ ദേഹത്ത് മണ്ണെണ്ണ, കാര്യം ഈ തിളക്കം കണ്ടപ്പോൾ ഞാൻ വിളിച്ച മണ്ണെണ്ണ ഉണ്ടെന്ന്. പക്ഷേ എന്തായാലും മണ്ണെണ്ണ വീണ്ടില്ല. എന്തായാലും ഉണ്ട് ചേര. കാരണം നമ്മുടെ വീട്ടിനകത്തൊക്കെ സർവ്വസാധാരണമാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് തോന്നുന്നത് ഇവിടെ തൊട്ട് ചേർന്ന് റംബൂട്ടാൻ നിൽപ്പുണ്ട്. റംബൂട്ടാനാകുമ്പോൾ നല്ല പഴുത്തിറക്കും. നല്ല പഴുത്തിറക്കുമ്പോൾ അറിയാമല്ലോ എലി ഉണ്ടാവും, അണ്ണാൻ വരും. അപ്പോൾ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഇതിനകത്തോട് കയറിയ സമയത്തേക്ക് അകത്ത് വീണു. ഇപ്പോൾ എലിയും അകത്തേക്ക് ചാടിക്കണം, അല്ല അണ്ണാൻ വേറെ കൊണ്ട് ചാടിപ്പോയി. ഇപ്പോൾ നേരെ വന്ന് ഇതിനകത്തങ്ങ് വീണുപോയി. അതാണ്ടോ ഫീമെയിൽ പെൺചേരയാണ്. ഏകദേശം ഒരു 6 അടിയോളം 5 അടിയോളം നീളമുണ്ട്. 5 അടിയില്ല, എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്. ഞാൻ തന്നെ 5'9" കണ്ടോ, എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്. 6 അടിയോളം നീളമുണ്ട്. കണ്ടോ, ഇത് എന്തായാലും വേറെ അപകടമൊന്നും പറഞ്ഞു. എനിക്ക് തോന്നിയത് ഞാൻ വന്നപ്പോൾ ഈ മണ്ണെണ്ണയുടെ സ്മെല്ലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അമ്മ നന്നായിട്ട് മണ്ണെ കുളിപ്പിച്ചു. പക്ഷേ മണ്ണിൻ്റെ ദേഹത്തൊന്നും വീണിട്ടില്ല കേട്ടോ.
നമ്മുടെ സാധാരണ കണ്ടുവരുന്ന നമ്മുടെ നാട്ടിലെ കണ്ടുവരുന്ന മഞ്ഞച്ചേര കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ചേര തന്നെ വേറെ വ്യത്യാസങ്ങൾ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഒന്നിനും ഇവിടേക്ക് ധാരാളം പാമ്പത് അടുത്ത് എനിക്ക് തൊട്ട് മേളിലൊന്ന് മുറുക്കൻ പാമ്പിനെ എടുത്തിട്ട് പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടേക്ക് ഒരുപാട് ചേരയും മുറുക്കനും കാട്ടുപാമ്പും ഒക്കെ ഉള്ള സ്ഥലം, ചുവർ പാമ്പ് വില്ലൂന്നിയൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അത്ഭുതമൊന്നുമല്ല, ഒരുപാടുണ്ട്. പക്ഷേ എന്തായാലും ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും ചേര നമ്മൾ പറയാറുണ്ട്, ചേര ഇങ്ങനെ കാല് ചുറ്റും കൈ ചുറ്റും എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാം ശുദ്ധ മണ്ടത്തിലാണ്. അങ്ങനെ ചുറ്റിയെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എപ്പോഴും നമ്മുടെ ആൾക്കാർക്കുള്ള സംശയം, എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും നമ്മുടെ ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ചേര കാലിൽ ചുറ്റോടെ അഴുകി പോകുന്നൊക്കെയുള്ള സംശയമാണ്. പക്ഷെ അതൊന്നുമല്ല, ഒരിക്കലും ഇല്ല. അതൊക്കെ ശുദ്ധ മണ്ടത്തരം. നോക്കി നമ്മൾ ആൾക്കാർ പറയുന്ന കഥയും ചിലപ്പോൾ അതിങ്ങനെ ഈ കവരങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ ചുറ്റി കിടന്നതിന് ശേഷം അവർക്ക് എത്തി എലിയെ പിടിക്കുന്നു. കവരത്തിലിങ്ങനെ ചുറ്റി കിടക്കും. എന്നിട്ട് ബാക്കി ബോഡി ഇങ്ങനെ തല ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പിടിക്കാൻ പറ്റും, അടുത്ത കവരത്തിലേക്ക് പിടിക്കും. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ പാമ്പുകൾക്കും അത്. പക്ഷേ കൂടുതലായിട്ട് കാണുന്നത് ചേര, വില്ലൂന്നി, കാട്ടുപാമ്പ്, പെരുമ്പാമ്പ്, രാജവമ്പലൊക്കെ നന്നായിട്ട് എന്താ പറയുക നിവർന്ന്. പക്ഷേ നമ്മുടെ വനമേഖലയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചേര നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ സ്പീഡ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ പേടിച്ച് സ്പീഡ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും വിചാരിച്ചുള്ള തൊട്ട് പുറകിൽ രാജവമ്പാല ഉണ്ടാകും. കാരണം രാജവമ്പാല ഇദ്ദേഹത്തിന് തിന്നാൻ ശ്രമിക്കുമ്പോഴാണ് ഇദ്ദേഹം പേടിച്ച് ഇങ്ങനെ ആൾ നിൽക്കുന്ന പരിസരം നോക്കാതെ വീട്ടിനാവുമെങ്കിൽ വീട്ടിനകം മിറ്റം മച്ചിൻ്റെ മേളിൽ പെട്ടെന്ന് സ്പീഡിൽ കയറി പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്കൊന്ന് തണ്ണിത്തോടാണെന്ന് പറഞ്ഞൊരു ഒരു വലയിൽ കുരുങ്ങിയ, അതായത് എനിക്ക് ആലുവാങ്കുടി ക്ഷേത്രത്തിനടുത്താണെന്ന് പറഞ്ഞാൽ വലയിലൊരു ചേര മച്ചിൻ്റെ മേളിൽ കുരുങ്ങി കിടന്നു. അപ്പോൾ രാജവമ്പല വാലാണ്. അപ്പോൾ വലയിൽ കുരുങ്ങി കിടന്ന ചേര ഇത് വിഴുങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവന് വിഴുങ്ങാൻ പറ്റില്ല, പകുതി വരെ പോകുള്ളൂ, പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. വലയിൽ ചേര കുരുങ്ങിപ്പോയില്ലേ. പിന്നെ ഞങ്ങളത് പോയി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം, എനിക്കൊണ്ട് 3-4 വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു. കണ്ടല്ലോ, നമുക്ക് നല്ല നീളത്തിൽ നാവ്, എല്ലാ പാമ്പുകളും നാവ് പുറത്തേക്കിടും. നല്ല നീളത്തിൽ നാവ് പുറത്തേക്കിടുന്നു. കണ്ണ് കണ്ടില്ലേ, രണ്ട് കണ്ണും പുറത്തേക്ക് തന്നെ തള്ളിയിരിക്കുന്നു. കഴുത്തിൻ്റെ അവിടെ ഒട്ടിയിരിക്കുന്നു. ചേര ഉണ്ടല്ലേ, ചേരയും പാമ്പിനെയും തിരിച്ചറിയാനുള്ള മാർഗ്ഗമാണ് അല്ലേ, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മാളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല നീളത്തിൽ നാവ് പുറത്തേക്കിടും. അതിലുപരി കണ്ണ് നല്ല വലിയ കണ്ണായിരിക്കും. അതിലുപരി ഒരു മാളത്തിൽ നിന്ന് തല ഇങ്ങനെ പൊന്തിച്ച് മാളത്തിൽ നിന്ന് തല ഇങ്ങനെ പൊക്കി നോക്കി നല്ല പൊക്കത്തി എണീറ്റ് നോക്കാനുള്ളൊരു കഴിവും ചേരയുടെ പ്രത്യേകമാണ്. ഓർക്കാണെങ്കിൽ ഇങ്ങനെ പത്തി വിടരുമ്പോൾ തന്നെ തല ഉയർത്തുമ്പോൾ തന്നെ പത്തി അങ്ങ് വിടരും. കണ്ണട കൊണ്ട് തെളിഞ്ഞ് വരും കണ്ണട. കണ്ടോ, ഇതിപ്പോൾ ചേര തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ചേര കാട്ടായിക്കോണത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിനകത്ത് നിന്ന് ചേര ആദ്യം നമ്മൾ കൂട്ടിലാക്കി. എന്തായാലും ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര വലയിൽ കുരുങ്ങിയ അണലി അതിഥി, രണ്ടാമത്തെ അതിഥി വീട്ടിനകത്തുള്ള ചേര അതിഥി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ യാത്രയുടെ 2 അതിഥികളെയും, അണലിയും ചേരയും അതിഥിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതൊരു എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 അണലി അതിഥി ഇദ്ദേഹത്തിൻ്റെ എൻ്റെയും നന്ദി. നമസ്തേ.